ഞാൻ പറയാതെ തന്നെ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയേ. ആ ആയത്തിലുള്ള തഹ്സബുഹു എന്ന് തുടങ്ങുന്ന ആയത്തില്ലേ, അതിനകത്ത് നിയമങ്ങൾ നിങ്ങൾ തന്നെ പറഞ്ഞു നോക്കിയേ, മിസ്സാവാതെ. തഹ്സബുഹും ആ ആയത്തിലെ ഫസ്റ്റത്തെ നിയമം എവിടെ വരുന്നത്? തഹ്സിബു അല്ല തഹ്സബു. തഹ്സബുഹും ഹർക്കത്ത്. ആ എവിടെയാണ് ആദ്യം നിയമം ഉള്ളതെന്ന് പറഞ്ഞാൽ മതി. ഖാഫിന് അതിന് മുമ്പില്ല. ഈ ഖാദിന്റെ ഖാഫിന്റെ ഹുറൂഫിൽ മദ്ദിന് മുമ്പ് വേറെ നിയമമില്ലേ? മീമിന്റെ അല്ലേ, സാക്കിനായ മീമിന് ശേഷം ഹംസ വന്നിട്ടുണ്ട്. ഏതായിരിക്കും നിയമം? നിയമത്തിന്റെ പേര് ഇൽഹാർ ഷഫവി. സാക്കിനായ മീമിന് ശേഷം ബാ മീം അല്ലാത്ത ഏത് അക്ഷരം വന്നാലും ഇൽഹാർ ഷഫവിയാണ്. എന്ത് ചെയ്യണം? മണിക്കാതെ വ്യക്തമാക്കി ഓതണം. അപ്പൊ എങ്ങനെ ഓതണം? ഹും ആ, ഹും ആ. ഓക്കെ, അടുത്ത നിയമം നിങ്ങൾ നേരത്തെ പറഞ്ഞത് ഏതാ? ഖാഫിന്റെ. എന്തായാലും ഖാഫിന് ഖാഫിന് ഹുറൂഫുൽ മദ്. നമ്മളത് കഴിഞ്ഞ 1-2 ആഴ്ചക്ക് മുമ്പ് ഒരു വിഷയം പഠിപ്പിച്ചിരുന്നു. മദ്ദിന് 2 വിഭാഗങ്ങളാണ്. നിങ്ങൾ ഉണ്ടായിരുന്നല്ലോ അല്ലേ? മദ് അസ്ലി, മദ് ഫറായി. ഇനി അങ്ങനെ പറയാ, ഹുറൂഫുൽ മദ് പറയത്തില്ല. ഖാഫിന് എന്താണ്? മദ് അസ്ലിയാണോ മദ് ഫറായി ആണോ? മദ് അസ്ലിയാണ്. സാജി സാഹിബ് ഉണ്ടായിരുന്നു അന്ന്? ഉണ്ടായിരുന്നില്ലേ? അപ്പോൾ ഹുറൂഫുൽ മദ്ദിന് ശേഷം ഹംസയോ സുക്കൂനോ ഷദ്ദോ വരാതിരുന്നാൽ, ഹുറൂഫുൽ മദ്ദിന് ശേഷം ഹംസയോ സുക്കൂനോ ഷദ്ദോ വരാതിരുന്നാലാണ് മദ് അസ്ലി എന്ന് പറയുക. ഒരു അലിഫിന്റെ അളവ് നീട്ടണം. ഇവിടെ ഐഖാ എന്ന് പറയുമ്പം ഖാഫിന് ഫത്ഹിന് ശേഷം അലിഫും വന്നിട്ടുണ്ട്, ഹുറൂഫുൽ മദ്ദായി. അതിനുശേഷം ഹംസ സുക്കൂൻ ഷദ്ദ ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് മദ് അസ്ലിയാണ്. ഒരു അലിഫിന്റെ അളവ് നീട്ടണം. എങ്ങനെ? ഓ. ഓക്കെ, ഇനി അടുത്ത നിയമം. തൻവീം വന്നിട്ടുണ്ട് അല്ലേ? ലാ എന്ന അക്ഷരത്തിന് തൻവീം വന്നിട്ടുണ്ട്. അതിനുശേഷം വന്നിരിക്കുന്ന അക്ഷരം ഏതാണ്? അലിഫ്. അലിഫ് അസ്തഗ്ഫിറുല്ലാഹ് അൽ-അസീം. ഹംസയോ? അത് ഏത് തൻവീനാണോ വന്നിരിക്കുന്നത്? ലായിന് ഇരട്ട ഫത്ഹാണോ ഇരട്ട കസ്റാണോ ഇരട്ട ലമ്മാണോ? ഇരട്ട ഫതഹിന്റെ ഒരു പ്രത്യേകതയല്ലേ അതിന്റെ കൂട്ടത്തിൽ അലിഫ് എക്സ്ട്രാ ഉണ്ടാവുന്നുള്ളത്. അത് നമ്മൾ പരിഗണിക്കത്തില്ലല്ലോ. അപ്പൊ നമ്മൾ അടുത്ത അക്ഷരത്തിലേക്കല്ലേ നോക്കേണ്ടത് അല്ലേ? അവിടെ വാവാണ് വന്നിരിക്കുന്നത്. അപ്പൊ തൻവീനിന് ശേഷം വാവ് വന്നാലുള്ള നിയമം എന്താ? തൻവീനിന് ശേഷം സാക്കിന നൂന തൻവീനിന് ശേഷം വാവ് വന്നാല് ഇദ്ഗാം ബിഗുന്ന. അതെ, ഇദ്ഗാമും ബിഗുന്ന. എത്ര അക്ഷരമുണ്ട് ഇദ്ഗാം ബിഗുന്നക്ക്? എത്ര അക്ഷര? 4 അക്ഷരം. ഏതൊക്കെയാ? യാ, വാവ്, മീം, നൂൻ. ഓക്കെ, അപ്പൊ അതിൽപ്പെട്ട വാവാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഇദ്ഗാം ബിഗുന്ന വന്നാൽ എന്താ ചെയ്യേണ്ടത്? എങ്ങനെ? മണിച്ചു കൂടി ചേർത്ത് ഓതണം. ഓക്കെ, അപ്പൊ നമ്മൾ നിയമം പറഞ്ഞു നോക്കാം. ലാ തൻവീൻ, ലാദല്ല അത് ലായാണ്. ലാ തൻവീൻ ഇദ്ഗാമും ബിഗുന്ന. തൻവീനിന് ശേഷം ഇദ്ഗാം ബിഗുന്നയുടെ 4 അക്ഷരങ്ങളിൽപ്പെട്ട വാവ് വന്നിരിക്കുന്നു. തൻവീനിനെ മണിച്ചു കൂട്ടി ചേർത്ത് ഓതണം. എങ്ങനെ? ലൗവ. ഓക്കെ, ലൗവ. അടുത്തത് സാക്കിനായ മീമിന്റെ നിയമം എന്താണ്? എന്ത് നിയമമാണ്? ഇൽഹാർ ഷഫബി. മാഷാ അല്ലാഹ്. അപ്പോൾ എങ്ങനെ നിയമം പറയാ? മീം സാക്കിൻ ഇൽഹാർ ഷഫബി. സാക്കിനായ മീമിന് ശേഷം ഇൽഹാർ ഷഫബിയുടെ 26 അക്ഷരങ്ങളിൽപ്പെട്ട റ വന്നിരിക്കുന്നു. സാക്കിനായ മീമിനെ മണിക്കാതെ വ്യക്തമാക്കി ഓതണം. ഓക്കെ, എങ്ങനെ? ഹും റു, ഹും റു. അടുത്ത നിയമം ഏതാ? ഇതിന് മുമ്പിൽ നിയമല്ല. എവിടൊക്കെ റാ വന്ന അവിടെ നിയമം ഉണ്ടാവും അല്ലേ? അപ്പൊ ഇവിടെ റായിനെ കനപ്പിക്കണോ ലഘുവാക്കണോ? കനപ്പിക്കണം. എന്തുകൊണ്ട്? സുക്കൂനല്ലല്ലോ റായിന്. ഏത് ഹർക്കത്താ? ദമ്മ് വന്നതുകൊണ്ട് റായിനെ കനപ്പിക്കണം. ഓക്കെ, റു അല്ലേ? അടുത്ത നിയമം പറയും. പാഫ് അങ്ങനെ നമ്മൾ പറയത്തില്ല ഇനി. പാഫ് മദ് അസ്ലി. ഒരു അലിഫിന്റെ അളവ് കിട്ടണം. ഓക്കെ, മദ് അസ്ലിയുടെ കാരണം എന്താണ്? ഹുറൂഫുൽ മദ്ദിന് ശേഷം ഹംസയും സുക്കൂനും ശബ്ദം വന്നിട്ടില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, റുഖൂദുൻ എന്നിടത്ത് നമ്മൾ എന്താ വഖഫിന്റെ അടയാളമായിട്ട് എന്താ അവിടെ കൊടുത്തിരിക്കുന്നത്? ജീമ് കൊടുത്തിട്ടില്ലേ മുകളില് അല്ലേ? ആ ജീമ് എന്തിനാണ് സൂചിപ്പിക്കുന്നത്? നിർത്തൽ നിർബന്ധമാണെന്നാണോ? നിർത്താൻ അനുവാദം ഉണ്ടെന്നാണോ? നിർത്താനും നിർത്താതിരിക്കാൻ അനുവാദം ഉണ്ട്. പക്ഷേ
രണ്ടിനും ഒരേ സ്ഥാനം, 50-50 ജായിസാണ്. അതെ, നിർത്തും ചെയ്യാൻ നിർത്താതിരിക്കുക, രണ്ടിനും ഒരേ സ്ഥാനം. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ നിർത്തുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഖാഫിൽ മദ് അസ്ലിയാണോ? അല്ല. കാരണം എന്തുകൊണ്ട്? ദാലിനെ നമ്മൾ സുക്കൂൻ കൊടുത്ത് നിർത്തുകയാണെങ്കിൽ ഹുറൂഫിൽ മദ്ദിന് ശേഷം സുക്കൂൻ വന്നു അല്ലേ? പക്ഷെ മനസ്സിലായോ? ഖൂ എന്ന് പറയുമ്പോൾ ഹുറൂഫിൽ മദ് ഉണ്ട്, ശേഷം ദാലിനെ നമ്മൾ വഖഫ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദാലിന് എന്ത് വരും? സുക്കൂൻ വരും. ഹുറൂഫിൽ മദ്ദിന് ശേഷം ഹംസയോ സുക്കൂനോ ഷദ്ദോ വന്നില്ലെങ്കിലാണ് മദ് അസ്ലി. വന്നു കഴിഞ്ഞാൽ അത് മദ് ഫറയിൽപ്പെടും. മദ് ഫറയിൽപ്പെടും. അപ്പോൾ അലിഫ് നീട്ടിയാൽ പോരാ. അപ്പൊ റുഖൂദ് എന്ന് നീട്ടി നിർത്തണം. നമ്മൾ നിർത്താതെ ഓതുകയാണെന്നുണ്ടെങ്കിലോ റുഖൂദൂ എന്നാണെങ്കിൽ അവിടെ എന്ത് ചെയ്യാൻ? അങ്ങനെ വേണ്ട. മദ് ഫറ യഥാർത്ഥത്തിൽ മദ് ഫറയിൽപ്പെട്ട മദ് ആരിലാണ്, നിങ്ങൾക്ക് അറിയായിരിക്കും. നമ്മളിപ്പോൾ മദ് ഫറയിൽ മാത്രമല്ലേ പറയുന്നുണ്ട്. എന്ത് പറഞ്ഞാൽ ഖാഫ് മദ് ഫറയി ഹുറൂഫുൽ മദ്ദിന് ശേഷം സുക്കൂൻ വന്നിരിക്കുന്നു, ഒരു അലിഫിനേക്കാൾ കൂടുതൽ നീട്ടി തൽക്കാലം പറയാം. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ ഇവിടെ നിർത്തി ഓതാ അല്ലേ തൽക്കാലം? കാരണം തഹ്സബുഹും മുതൽ എത്തുമ്പോഴത്തേന് ഏകദേശം ശ്വാസം പോവും. വിഷയം മനസ്സിലായിട്ടുണ്ടല്ലോ? ഓക്കെ, ഇനി വേറൊരു കാര്യം കൂടെ ഇവിടെ നിയമം വരും. ദാലിന് നമ്മൾ വഖഫ് ചെയ്യുമ്പോൾ സുക്കൂൻ കൊടുക്കുമല്ലോ. ദാലിന് സുക്കൂൻ വന്ന എന്തെങ്കിലും നിയമമുണ്ടോ? കൽക്കല വരും. അതും കൂടെ പറയേണ്ടി വരും. ദാൽ സുക്കൂൻ കൽക്കല അവിടെ നമ്മൾ വഖഫ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. തൽക്കാലം നമുക്ക് അവിടെ വരെ ഒന്ന് ഓതി നോക്കാം. റജീം وتحسبهم أيقاظا وهم رقود. ഒന്നും കൂടെ. وتحسبهم أيقاظا وهم رقود. ഒന്ന് ഓതി നോക്കി സാജിദ് സാഹിബ്. ഒന്ന് وتحسبهم أيقاظا وهم رقود. ഓക്കെ, നിങ്ങൾ അബ്ദുൽ സാഹിബ് وتحسبهم നോക്കി ബഹു അല്ല, وتحسبهم أيقاظا وهم رقود. ഒന്നും കൂടെ. وتحسبهم നിങ്ങളെ ബായിന് ഫതഹ കേൾക്കുന്നത്. തഹ്സബഹു അല്ല, വതഹ്സബു. വമ്മ് പറയുമ്പോഴും വാവ് പറയുമ്പോഴും ചുണ്ട് എങ്ങനെ ആയിരിക്കണം? നിങ്ങൾ പറഞ്ഞതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്? ചുണ്ട് വട്ടത്തിലാക്കുന്നത്. വതഹ്സബു, സബു എന്ന് പറയുന്നത് സബു. അതേപോലെ തന്നെ വതഹ്സബോ എന്നായി പോരുത്. ബോ അല്ല, ബു. സബു എന്ന് പറയുന്നത് സബു, സബു. അത് തന്നെ വതഹ്സബു. നിങ്ങൾ അവിടെ ബോ എന്നുള്ള സൗണ്ടിലാണ് പറയുന്നത്. ബോ അല്ല, ബു ആണ്. നമ്മള് സാബു എന്ന് പറഞ്ഞിട്ട് പിന്നെ സബു ആക്കിയാൽ മതി. അതുപോലെ തന്നെ വഉം അല്ല, വഉം അല്ല, വഹും ഹായാണ്. വഹും. ഒന്നും കൂടെ. മാഷാ അല്ലാഹ്, മിയ മിയ. അടുത്ത നിങ്ങളൊന്ന് നോക്കിയേ സാഹിബ്. ഓക്കെ, നിങ്ങൾ രണ്ടാളും ഒരേ പേരുകാരല്ലേ? നിങ്ങൾ രണ്ടാളും മുപ്പത് ഷബീർ എന്നാണ്. അങ്ങനെയുള്ള ആൾക്കാർക്കാണ് സെമിയ്യ് എന്ന് പറയാം. സെമിയ്യ് അറബിയിൽ. കബുൽ സെമിയ. ഒന്ന് ഓതി നോക്കി. അങ്ങനെ ഉണ്ടായിരുന്നില്ല, എന്നാലും ഓതി നോക്കി. നിങ്ങൾ ഓതിയോ? നിങ്ങൾ ഓതിയിട്ടില്ലല്ലോ. ഞാൻ അതിൻ്റെ ഇടയിൽ വേറെ പണി ചെയ്യുകയാണ്. ഐ ഖാ എന്ന് പറയുന്നത് ഖാഫ് പറയുമ്പോൾ നമ്മൾ പരത്തി പറയരുത്. ഐ ഖാ അല്ല, ഐ ഖാ. അവിടെ മണിക്കണം. ഐ ഖാ വ. ഇവിടെ എന്തായിരിക്കും നിയമം? നിങ്ങൾ ഇല്ലെങ്കിൽ നമുക്ക് ചോദിച്ചു നോക്കാം. തൻവീന് ശേഷം വാവു എന്ന എന്താ നിയമം? ബുക്ക് നോക്കേണ്ടി വരുമോ? നോക്കാതെ പറയാൻ നോക്കിയേ. സാക്കിനായ നൂനിനോ തൻവീനിനോ ശേഷം വാവ് വരികയാണെങ്കിൽ ഒരു ക്ലൂ തരാം. നൗമി എന്നൊക്കെ നമ്മൾ പറയലുണ്ട്. യൗമുൻ, നൗമി 4 അക്ഷരം ഉള്ള ഒരു നിയമമാണ്. എന്തായിരിക്കും? അറിയില്ല. ഇനി ഓർത്ത് വെച്ചോളി. ഇദ്ഗാമും ബിഗുന്ന. എന്താണ് നിയമത്തിന്റെ പേര്? 4 അക്ഷരങ്ങൾ ഏതൊക്കെയാ? യാ, വാവ്, മീം, നൂൻ. എളുപ്പത്തിൽ മനസ്സിലാക്കാൻ നൗമി എന്നുള്ള പദം ഓർത്ത് വെച്ചാൽ മതി. നൂൻ, വാവ്, മീം, യാ. എങ്ങനെ പഠിച്ചാലും കുഴപ്പമില്ല. 4 അക്ഷരം പഠിക്കലാണ്
നൗമി. നൂൻ വാവ് മീം യ. ഇതിൽ വാവ് വന്നിരിക്കുന്നു. ഇദ്ഗാം ബിഗുന്ന വന്നാൽ എന്താ ചെയ്യേണ്ടത്? മണിച്ചു കൂടി ചേർക്കണം. ലൗവ. ഓക്കെ, നിങ്ങൾ നോക്കൂ ഷെയ്ഖ് സാഹിബ് അവിടെ തഹ്സബുഹും വതഹ്സബുഹും. ആ അത് തന്നെ ഓതി നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ വേറെ പണിയിലേക്ക് പോയി. ആ അവിടെ തന്നെ മണിക്കണ്ടാത്ത സ്ഥലത്തും മണിച്ചിട്ടുണ്ട്. വതഹ്സബുഹും ആന്നില്ല, അവിടെ മണിക്കണ്ട. വതഹ്സബുഹും ആ അങ്ങനെ പോകുന്നുണ്ട്. വതഹ്സബു ബു ആണ്. ബായിനാണ് ലമ്മുള്ളത്, സീന് ഫതഹാണ്. വതഹ്സുബു അല്ല, വതഹ്സബു. അവിടെ മണിക്കണം. ഐ ഖാലം വ. ഓക്കെ, നിങ്ങളൊന്ന് ഓതിയാണോ ഇതിൽ? ഓക്കെ, അടുത്ത നിയമം സാജി സാഹിബ് എന്ന് പറഞ്ഞു നോക്കിയേ. വനുഖല്ലിബുഹും മുതലുള്ള നിയമം. വനുഖല്ലിബുഹും മീം സാക്കിൻ ഇൽഹാർ മാത്രം പറഞ്ഞു. ഓക്കെ, മീം കണ്ടോ? വനുഖല്ലിബുഹും ദാത്ത. ഹും ദാത്ത എന്ന് പറയുമ്പോൾ എന്തുണ്ട്? സാക്കിനായ മീം ഉണ്ട് അല്ലേ? സാക്കിനായ മീമിന് ശേഷം വന്നിരിക്കുന്ന അക്ഷരം ഏതാ? ദാലാണ് അല്ലേ? അപ്പം ഏതാ? ഇൽഹാർ ഷഫവി ആണ്. 26 അക്ഷരങ്ങളിൽപ്പെട്ട. അപ്പൊ എങ്ങനെ നമുക്ക് നിയമം പറയാ? മീം സാക്കിൻ ഇൽഹാർ ഷഫവി. സാക്കിനായ മീമിന് ശേഷം ഇൽഹാർ ഷഫവിയുടെ 26 അക്ഷരങ്ങളിൽപ്പെട്ട ദാല് വന്നിരിക്കുന്നു. സാക്കിനായ മീമിനെ മണിക്കാതെ വ്യക്തമാക്കി ഓതണം. ഓക്കെ, എങ്ങനെയാ ഓതുക? ഹും ദ. എങ്ങനെയാ ഓതുക? ഹും ദ. നമ്മുടെ ഭാഗം മാത്രം നമ്മൾ വായിക്കാം. ഹും ദ. അതെന്തുകൊണ്ടാണ് നമ്മൾ ഹും ദാത്തെന്ന് വായിക്കുന്നത്? ദാത്തെന്ന് വായിച്ചാൽ പോരെ? ദ. സുക്കൂനും കൊണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ലല്ലോ. സുക്കൂൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? തൊട്ട് മുമ്പുള്ള ഹർക്കത്തുള്ള അക്ഷരത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എവിടുന്ന് ഓതുന്നത്? ഹും ദ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത നിയമം എവിടെ ഉള്ളത്? എത്ര അലിഫ്? ഒരു അലിഫിന്റെ അളവ് കിട്ടണം അല്ലേ? ദാത്ത എന്നുള്ളിടത്ത് ദാൽ മദ് അസ്ലി ഒരലിഫിന്റെ. അബ്ദുള്ള സാഹിബേ, ദാത്ത എന്നുള്ളിടത്ത് ദാൽ മദ് അസ്ലി ഒരലിഫിന്റെ അളവ് നീട്ടണം അല്ലേ? ഓക്കെ, എന്തുകൊണ്ടാണ് മദ് അസ്ലി എന്ന് പറയാൻ കാരണം? ദാത്ത എന്നുള്ളതിന് മദ് അസ്ലി എന്ന് പറയാൻ കാരണം എന്താ? ഹുറൂഫുൽ മദ് വന്നിട്ടുണ്ട്. ഹുറൂഫുൽ മദ്ദിന്റെ അലിഫ് വന്നിട്ടുണ്ട്. മദ് അസ്ലി എന്ന് പറയാൻ കാരണം എന്താ? ഹുറൂഫുൽ മദ്ദിന് ശേഷം ഇപ്പൊ നിങ്ങൾ പറഞ്ഞില്ലേ, ഹുറൂഫുൽ മദ് വരെ പറഞ്ഞു, പകുതി ആയിട്ടുള്ളൂ. ആ ഹുറൂഫുൽ മദ്ദിന് ശേഷം എന്തൊക്കെ വരാൻ പാടില്ല? ഹംസയോ സുക്കൂനോ ഷദ്ദോ വരാതിരുന്നാലാണ് മദ് അസ്ലി. വരാതിരുന്നാൽ വന്നു കഴിഞ്ഞാൽ മദ് ഫറഇയാവും. അപ്പൊ മദ് അസ്ലി ആണെന്നുണ്ടെങ്കിൽ ഒരു അലിഫിന്റെ അളവാണ് നീട്ടേണ്ടത്. ഇവിടെ നോക്കിയ ദാത്ത എന്നുള്ളിടത്ത് ദാലിന് ഫതഹ ശേഷം അലിഫും വന്നു, ഹുറൂഫുൽ മദ്ദായി. അതിനുശേഷം എന്തില്ല? ഹംസയോ സുക്കൂനോ ഷദ്ദോ ഒന്നും വന്നില്ല. അതുകൊണ്ട് മദ് അസ്ലിയാണ്, ഒരു അലിഫിന്റെ അളവ് കിട്ടണം. ദാ. അടുത്ത നിയമം അതന്നെ. പൂർണ്ണമായിട്ട് പറഞ്ഞോളൂ. മീം മദ് അസ്ലി. മീമിന് ശേഷം അല്ല, അപ്പോഴും പൂർത്തിയായിട്ടില്ല. അപ്പോഴും മദ് അസ്ലി എന്ന് പറയാനുള്ള കാരണം എന്തായില്ല? ഹുറൂഫുൽ മദ്ദിന് ശേഷം ഹംസയോ ഷദ്ദോ വന്നിട്ടില്ല. ഇനി എന്ത് ചെയ്യണം എന്ന് പറയണം? ഹുറൂഫുൽ മദ് വന്ന മദ് അസ്ലി വന്ന എന്ത് ചെയ്യണം? ഒരു അലിഫിന്റെ അളവ് നീട്ടണം. അപ്പം അധികം എല്ലാ നിയമങ്ങളിലും നമുക്ക് 3-4 കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. ഒന്ന് നിയമത്തിന്റെ പേര് വ്യക്തമാക്കുക, കാരണം വ്യക്തമാക്കുക, എന്താ ചെയ്യേണ്ടതെന്ന് പറയുക, വായിക്കുക. അപ്പൊ ആദ്യം നമ്മൾ പറയുന്നത് മദ് അസ്ലി എന്ന് പറയും. എന്ത്? മീം മദ് അസ്ലി.
അപ്പോൾ ഒന്നാമത്തെ പരിപാടി കഴിഞ്ഞു. ഏതാണ് സാധനം എന്നുള്ളതിൻ്റെ പേര് പറയാം. രണ്ടാമത്തെ എന്താ പറയേണ്ടത്? എക്സ്പ്ലെയിൻ ചെയ്യുക എന്തുകൊണ്ടത് മദ് അസ്ലിയായി. അപ്പം നമ്മൾ എന്ത് പറയണം? ഹുറൂഫുൽ മദ്ദിന് ശേഷം ഹംസയോ സുക്കൂനോ ഷദ്ദോ ഒന്നും വന്നിട്ടില്ല. രണ്ട് കാര്യം കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ കാര്യം എന്തായിരിക്കും ചെയ്യുക? എന്താണ് ചെയ്യേണ്ടത്? ഈ നിയമം വന്നാൽ എന്ത് ചെയ്യണം? ഒരു അലിഫിൻ്റെ അളവ് നീട്ടണം. 3 പണി കഴിഞ്ഞു. നാലാമത്തെ പണി ഇതാണ്, അതനുസരിച്ച് വായിക്കുക. മീ ഇത്രയും ചെയ്യുമ്പോഴാണ് നിയമം പൂർത്തിയാകുന്നത്. നാല് കാര്യം പേര് പറയാ എന്ത് ചെയ്യണം എന്നുള്ളത് പറയാ, വായിക്കുക. അതാണ് എല്ലാ നിയമങ്ങളും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത നിയമം. ഇതിപ്പോ പറഞ്ഞ നിയമം മനസ്സിലായോ? യമീനി, ദാത്തൽ യമീനി എന്ന് പറയുമ്പം മീമിന് കസറും ശേഷം സുക്കൂനുള്ള യാവ് വന്നിട്ടുണ്ട്. അത് മദ് അസ്ലിയാണോ മദ് ഫറായിയാണോ? എന്തുകൊണ്ട്? മീമിന് ശേഷം അല്ല, ഹുറൂഫുൽ മദ്ദിന് ശേഷം എന്ത് വന്നിട്ടില്ല? ഹംസയോ സുക്കൂനോ വാവുന്നില്ല. ഹംസയോ സുക്കൂനോ ശബ്ദം വന്നിട്ടില്ല. അതുകൊണ്ട് മദ് അസ്ലിയാണ്, ഒരു അലിഫിന്റെ അളവ് കിട്ടണം. അടുത്ത നിയമം ദാത്തൽ യമീനി ആയിട്ട് അടുത്തേം വദാത്ത. ദാത്തയിലും എന്തെന്നുണ്ട്? ദാത്ത, അതുപോലെ തന്നെ ഷിമാലി, മീമില്, ഈ രണ്ട് സ്ഥലത്ത് ഒരേ നിയമമാണ് ഉള്ളത്. മദ് അസ്ലി തന്നെയാണ്. വിശദീകരിക്കണ്ടല്ലോ. അടുത്ത പോവാ. അവിടെ നിർത്താൻ, അവിടെ എന്താ അടയാളം കൊടുത്തിരിക്കുന്നത്? എന്താ അടയാളം കൊടുത്തിരിക്കുന്നത്? എന്താ? സ്വാദ് ലാം യാ അല്ലേ കൊടുത്തിരിക്കുന്നത്? എന്താണ് അവിടെ ഉള്ള, എന്താ ചെയ്യേണ്ടത് നമ്മളവിടെ? ഉത്തമം. നിർത്താം, നിർത്താതിരിക്കാം. നിർത്താതെ ഓതലാണ് ഉത്തമം. വഖഫ് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ മദ് അസ്ലി ആവൂല, മദ് ഫറഈ ആകും. കാരണം സുക്കൂൻ വരും. ഓക്കെ, അവിടെ നിർത്തണോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? നിർത്തണോ? നേരിട്ട് പോലെ ഇൻഷാ അല്ലാ. അടുത്ത നിയമം പറയും. അടുത്ത നിയമം നിങ്ങൾ പറഞ്ഞു നോക്കി, യാസർ സാഹിബ് പറഞ്ഞു നോക്കി. വക്കൽബുഹും മുതലുള്ള നിയമം. ഏത്? വക്കൽബുഹും എന്നുള്ളതിലോ? സാക്കിനായ മീമിന് ശേഷം ഏതൊക്കെ അക്ഷരങ്ങൾ ഒഴിവാക്കിയാലാണ്? ബാവല്ലേ ഒഴിവാണ്ട്, ബാവും മീം ഒഴിവാണ്ട്, ബാ വന്നു. അപ്പൊ ഇൽഹാർ ഷഫവിയാണോ ഉണ്ടാകുക? എന്താണ് ഇൽഹാർ ഷഫവി അല്ലാന്ന് കാര്യം ഉറപ്പായി. ഇനി എന്താന്നുള്ളത് പറഞ്ഞാൽ മതി. സാക്കിനായ മീമിന് എത്ര നിയമം? ഞാൻ മുമ്പ് ഇത് 3 നിയമം. അത് ഞാൻ പറഞ്ഞിരുന്നു. കൺഫ്യൂഷൻ വരുന്നത് അവിടെയാണ്. കാരണം എന്താ? സാക്കിനായ നൂനും തൻവീന് ശേഷം ബാ വരുമ്പോഴുള്ള നിയമത്തിന്റെ പേരും സാക്കിനായ മീമിന് ശേഷം ബാ വരുമ്പോഴുള്ള നിയമത്തിന്റെ പേരും വ്യത്യാസമുണ്ട്. സാക്കിനായ നൂനും തൻവീനോ ശേഷമാണ് ബാ വരുന്നെങ്കിൽ എന്താ നിയമം? ഇഖ്ലാബാണ്. അത് പക്ഷെ നേരെ ഇവിടെ വരുമ്പോ സാക്കിനായ മീമിന് ശേഷം ബാ വരുമ്പോ ഇദ്ഗാം അല്ല, ഇഖ്ഫാ ഷഫവിയാവും. ഇദ്ഗാം എന്താവുള്ളൂ? മീമേ ആകുള്ളൂ. മനസ്സിലായില്ലേ? ഇത് നമ്മൾ മൈൻഡിൽ വെക്കാത്തടത്തോളം ഓരോ പ്രാവശ്യം നമുക്ക് എവിടെ? ഇഖ്ലാബില്. അതെ, മീമാക്കി മറിച്ച് മായ്ക്കലാണ്. അപ്പൊ ഇവിടെ നോക്കിയേ, സാക്കിനായ മീമിന് ശേഷം ബാ വന്നു. ഇഖ്ഫാ ഷഫവിയാണ്. ഇഖ്ഫാ ഷഫവി വന്ന് എന്താ ചെയ്യണം? മറച്ച് മണിച്ച് ഓതണം അല്ലേ? മറച്ച് മണിച്ച് ഓതണം. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, 4 കാര്യങ്ങൾ പറഞ്ഞിരുന്നില്ലേ ഒരു നിയമം പറയുമ്പോൾ? അതുപോലെ ഒന്ന് പറഞ്ഞു നോക്കിയേ. ഒന്നാമത് എന്താ ചെയ്യേണ്ടത്? നിയമത്തിന്റെ പേര് പറയാ. എന്താ നിയമത്തിന്റെ പേര്? എങ്ങനെ പറയണം? മീം സാക്കിൻ ഇഖ്ഫാ ഷഫവി. ഒരു കാര്യം കഴിഞ്ഞു. അടുത്തത് സാക്കിനായ മീമിന് ശേഷം വന്നിരിക്കുന്നു. അടുത്തത് എന്ത് ചെയ്യണം? ആരെ മണിച്ചു കൂടിച്ചേർക്കണം? സാക്കിനായ മീമിനെ മണിച്ചു കൂടിച്ചേർക്കല്ല ചെയ്യേണ്ടത്, മറച്ച് മണിച്ചോതണം. ഇഖ്ഫാവ് വന്നു കഴിഞ്ഞാൽ മറക്കുകയാണ് ചെയ്യേണ്ടത്. മറച്ച് മണിക്കണം. നാലാമത്തെ എന്ത് ചെയ്യണം? അത് ഓതണം. എങ്ങനെയാ? ഹുംബ അല്ലേ? ഹുംബ. ഓക്കെ, ഇനി അടുത്ത നിയമം. അതിന് മുമ്പില്ലേ ബായിൽ തന്നെ വേറെ നിയമമില്ലേ? ബായിൽ എന്തുണ്ട്? മദ് അസ്ലി ഉണ്ട്. കാണുന്നുണ്ടോ? ബായിൽ മദ് അസ്ലി കാണുന്നുണ്ടോ? ഈ അലിഫ്, ചെറിയ അലിഫ്. അപ്പൊ അങ്ങനെ പറയണം, ബാ മദ് അസ്ലി. ഹുറൂഫുൽ മദ്ദിന് ശേഷം ഹംസയോ സുക്കൂനോ ഷദ്ദോ വന്നിട്ടില്ല. ഒരലിഫിന്റെ അളവ് നീട്ടണം. ബാ. ഓക്കെ, ഇനി അടുത്ത നിയമം.
ആ ആ തുന്തി തായിന് എന്ത് വന്നിട്ടുണ്ട്? ഇരട്ട വമ്മ വന്നിട്ടുണ്ട് അല്ലേ? തൻവീൻ വന്നിട്ടുണ്ട്. ആ തൻവീന് ശേഷം ഏത് അക്ഷരം വന്നിരിക്കുന്നത്? ദാലാണ് വന്നിരിക്കുന്നത്. ദാല് ഏതിന്റെ അക്ഷരത്തിൽ പെട്ടതാ? ഇൽഹാറോ? ഇൽഹാറിന്റെ അക്ഷരങ്ങൾ 6 തൊണ്ടയിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങളല്ലേ? ഏതാ നിയമം? ഇഖ്ഫ. ഇഖ്ഫ ആണ് 15 അക്ഷരങ്ങൾ. ഓക്കെ, 15 അക്ഷരങ്ങളിൽപ്പെട്ട അക്ഷരമാണ് ഏത്? ദാൽ അല്ലേ? ഓക്കെ, അപ്പൊ എങ്ങനെ നിയമം പറയാ? ആദ്യം നമ്മൾ നിയമത്തിന്റെ പേര് പറയണം. ത്വാ ഇവിടെ സാക്കിന നൂനാണ് തൻവീനാണ് ഉള്ളത്? തൻവീനാണ് ഉള്ളത്. തൻവീൻ. അപ്പൊ എന്ത് പറയുന്നത്? ഏത് അക്ഷരത്തിനാ തൻവീൻ വന്നത്? ത്വായിനല്ലേ? ത്വാ തൻവീൻ ഇഖ്ഫ. ഒന്നാമത്തെ പണി കഴിഞ്ഞു. ത്വാ തൻവീൻ ഇഖ്ഫ. രണ്ടാമത്തെ പണി എന്താ? അതിനെ വിശദീകരിക്കുക. തൻവീനിന് ശേഷം ഇഖ്ഫാഇന്റെ 15 അക്ഷരങ്ങളിൽപ്പെട്ട ദാൽ വന്നിരിക്കുന്നു. മൂന്നാമത്തെ പണി എന്താ? എന്താ ചെയ്യേണ്ടതെന്ന് പറയാ. ഇഖ്ഫ വന്നാൽ എന്താ ചെയ്യേണ്ടത്? മറച്ചു മണിക്കണം. തൻവീനിനെ മറച്ചു മണിച്ചു ഓതണം. ഇനി ഓതിക്കോളി. എങ്ങനെയാ? എന്തുകൊണ്ടാ മറച്ചു മണിക്കെന്ന് പറയുന്നത്? എന്തുകൊണ്ടാ? ഇവിടെ നമ്മൾ തുന്തി എന്ന് പറയരുത്. തൻവീനിനെ എന്ത് ചെയ്യരുത്? വ്യക്തമാക്കരുത്. തുന്തി എന്നാവരുത്. തുന്തി. ഓക്കെ, ഇനി അടുത്ത നിയമം. റായിനെ കഴിഞ്ഞു. മാഷാ അല്ലാ. റായിന്റെ നിയമം ദിറാഇഹി. സ്ഥലം കണ്ടോ? ദിറാഇഹി എന്ന് പറയുമ്പോൾ റായിന് എന്ത് ചെയ്തിട്ടുണ്ട്? ഫതഹ് വന്നിട്ടുണ്ട്. റായിന് ഫതഹ് വന്നിരിക്കുന്നു. റായിനെ കനപ്പിക്കണം. ഓക്കെ, അടുത്തത് റാ മദ് അസ്ലി അല്ലേ? ദിറാ എന്ന് പറയുമ്പോൾ എന്തുണ്ട്? അത് മദ് അസ്ലിയാണോ മദ് ഫറഇയാണോ? അത് അതിന് ശേഷം ഇതാണ് ഹംസയിലെ വന്നിരിക്കുന്നത്. അയിനാണോ ഹംസ എന്ന് മനസ്സിലാക്കാം. അതന്നെ. ഹംസയാണെന്നുണ്ടെങ്കിൽ വേർതിരിച്ചിട്ടേ വരുള്ളൂ, ചേർത്ത് എഴുതൂല. മനസ്സിലായോ? ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാല് ഇത് സെപ്പറേറ്റ് ആയിട്ട് ഇട്ടിരിക്കുന്നത്. ഇത് ഹംസയാണ്. ഇങ്ങനെ വേറെ അക്ഷരത്തിനോട് ചേർത്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ എന്ത് മനസ്സിലാക്കണം? ഇത് അയിനാണ് മനസ്സിലാക്കണം. ഹംസ ഒരിക്കലും ചേർത്ത് എഴുതൂല. മനസ്സിലായ? അപ്പൊ ഇത് ദിറാഇഹി എന്നുള്ളിടത്ത് റായിന് എന്തുണ്ട്? ഇതാണ് ഹുറൂഫിൽ മദ് വന്നിട്ടുണ്ട്. ശേഷം ഹംസ ലൈനാണ് വന്നിരിക്കുന്നത്. ഹംസ സുക്കൂനോ ശബ്ദമൊന്നും വരാത്തത് കൊണ്ട് റായിലെ മദ് ഏതാ? മദ് അസ്ലി. അപ്പൊ ഇങ്ങനെ നിയമം പറയാ. റാ മദ് അസ്ലി. ഹുറൂഫിൽ മദ്ദിന് ശേഷം ഹംസയോ സുക്കൂനോ ശബ്ദോ വന്നിട്ടില്ല. ഒരു അലിഫിന്റെ അളവ് നീട്ടണം. റാ പറയുമ്പോൾ ഒന്നിനേക്കാൾ കൂടുതൽ നീട്ടണം. ഓക്കെ. അധികം സ്റ്റോപ്പ് ചെയ്യുമ്പോഴുണ്ടാകും, അതല്ലാത്ത സമയത്തുണ്ട്. നമ്മൾ 3 കാരണങ്ങൾ പറഞ്ഞില്ലേ? ഹംസയോ സുക്കൂനോ ഷദ്ദോ. ഈ വഖഫ് ചെയ്യുമ്പോൾ സുക്കൂൻ വരുന്നു, അത് ഒറ്റൊരു കാരണം മാത്രമാണ്. ബാക്കി 2 കാരണങ്ങളുണ്ട്. ഹംസ വരിക, ഷദ് വരിക. ഓക്കെ, അടുത്തത് പറഞ്ഞോളൂ. അത് ബിൽ വസീദി. ബിൽ വസീദിന്റെ അവിടെ നമുക്ക് എന്ത് ചെയ്യണം? നിർത്തണം. അവിടെ എന്തൊക്കെ നിയമം വരും? അവിടെ നിർത്തുകയാണെങ്കിൽ എന്തൊക്കെ നിയമം വരും? മദ് അസ്ലിയ വരിക. ഇവിടെ നമ്മൾ ദാലിനെ നിർത്താന്ന് വിചാരിക്കുക, വഖഫ് ചെയ്യാന്ന് വിചാരിക്കുക. അപ്പൊ ദാൽ എന്താവും? സുക്കൂനാവൂലേ? അപ്പൊ ഇവിടെ മദ് അസ്ലിയായിരിക്കും, മദ് ഫറഇയായിരിക്കും. മദ് ഫറഇയാവും. അപ്പൊ നമ്മൾ ഒരു അലിഫ് കിട്ടിയാൽ പോരാ, എന്ത് ചെയ്യണം? 5. അപ്പൊ നമ്മൾ അളവ് പറയണ്ട. ഇപ്പൊ നമ്മൾ ഒരു അലിഫിനേക്കാൾ കൂടുതൽ നീട്ടിയാൽ മതി. ഓക്കെ. അപ്പം ശ്രീദ് നമ്മൾ വഖഫ് ചെയ്യാന്നുള്ള അർത്ഥത്തിലാണ് നിയമം പറയുന്നത്. ശ്രീദ് എന്നിടത്ത് സ്വാദിന് എന്താ വന്നിരിക്കുന്നത്? സ്വാദ് മദ് അസ്ലിയ മദ് ഫറഇയോ? മദ് ഫറഇ. ഹുറൂഫുൽ മദ്ദിന് ശേഷം സുക്കൂൻ വന്നിരിക്കുന്നു. ഒരു അലിഫിനേക്കാൾ കൂടുതൽ നീട്ടുക. അതൊക്കെ അങ്ങനെ പറയാം. ഓക്കെ. ഇനി ശ്രീദ്. ഇനി അടുത്ത വേറെ നിയമങ്ങൾ വരുമല്ലോ അവിടെ. ദാലിന് സുക്കൂൻ വരൂലേ വഖഫ് ചെയ്യുമ്പം? അപ്പോൾ ദാൽ സുക്കൂൻ, അൽക്കല സുക്കൂനിനെ അമർത്തി ഉച്ചരിക്കണം. ശ്രീദ്. ഓക്കെ, ശ്രീദ്. ഇനി നമുക്ക് അവിടെ വരെ ഒന്ന് ഓതി വെക്കാം. നേരത്തെ നമ്മൾ ഓതി വെച്ചത് റുക്കൂദ് വരെയല്ലേ? ഇനി അവിടുന്ന് ഓതാം. വനു ക അല്ല, വനു ഖാഫാണ് കേട്ടോ. വനു ഖല്ലിബുഹും ദാതൽ യമീനി വദ. അതെത്തുവോ? അവിടെ വരെ എത്തുവോ? ഉറപ്പാ? വലിച്ചോളി. ونقلبهم ذات اليمين وذات الشمال وكلبهم
باسط ذراعيه بالوصيد. എല്ലാ നിയമങ്ങളും ക്ലിയർ ആയിരിക്കണം. ഞാൻ പറയട്ടെ, നമുക്കൊരു കാര്യം ചെയ്യാം. വാലാത്ത ഷിമാലിൻ്റെ അവിടെ നിർത്താം. മറ്റേത് അല്ലെങ്കിൽ ചിലപ്പോൾ മണിക്കൽ അല്ലെങ്കിൽ നീട്ടിലൊക്കെ കുറഞ്ഞു പോകും. വദാത്ത ഷിമാലി എന്നില്ലേ, വദാത്ത ഷിമാൽ, അവിടെ നമുക്ക് നിർത്തും ചെയ്യാം, നിർത്താതിരിക്കുകയും ചെയ്യാം. ചേർത്തോതല നല്ലത്, പക്ഷെ നിർത്താം. എങ്ങനെയാ? വനുഖല്ലിബുഹും ദാതൽ യമീനി വദാതശ് ശിമാൽ. ഒന്നും കൂടെ. വനുഖല്ലിബുഹും ദാതൽ യമീനി വദാതശ് ശിമാൽ. അത് കഴിഞ്ഞിട്ട് وكلبهم باسط ذراعيه بالوصيد. ഒന്നും കൂടെ. وكلبهم باسط ذراعيه بالوصيد. ആരാ ഫസ്റ്റ് ഓതുക? ونقلبهم ذات اليمين وذات الشمال وكلبهم باسط ذراعيه بالوصيد. അടുത്ത ആരാ? അങ്ങോട്ട്. ونقلبهم ذات اليمين وذات الشمال وكلبهم باسط ذراعيه بالوصيد. وصيد. ഓക്കെ. ونقلبهم ذات اليمين وذات الشمال وكلبهم باسط ذراعيه بالوصيد. അവിടെ ഒരു ഒന്നുകൂടെ പറഞ്ഞു. വസീദ് മാത്രം പറഞ്ഞു. وصيد. വസീദ് എന്ന് നോർമലായിട്ട് വസീദ്. ونقلبهم ذات اليمين وذات الشمال وقلبهم باسط ذراعيه بالوصيد. ഒന്നും കൂടെ അത് മാത്രം നോക്കിക്കോ. وقلبهم باسط ذراعيه بالوصيد. ذراعيه വ്യക്തമാണ്. ذراعيه بالوصيد. ذراعيه بالوصيد. ഒന്ന് നോക്കിക്കേ. ونقلبهم ذات اليمين وذات الشمال وقلبهم باسط ذراعيه. അവിടെ മണിക്കണം. അവിടെ രണ്ട് സ്ഥലത്ത് മണിക്കാനുണ്ട്. ഇവിടെയും മണിക്കാനുണ്ട്, ഇവിടെയും മണിക്കാനുണ്ട്. ഹുംബ തന്നെ തുന്തി രണ്ട് സ്ഥലത്ത് മണിക്കണം. ഒന്നുകൂടെ നോക്കിക്കേ. രണ്ടാമത്തെ ഓതിയാൽ മതി. ഓക്കെ. وكلبهم باسط ذراعيه. നിങ്ങൾക്ക് അതിന്റെ ആവശ്യമുണ്ടോ? നിങ്ങൾ ഒറ്റക്ക് നോക്കി നോക്ക് കേട്ടോ. 2-3 വട്ടം നിങ്ങളൊന്ന് നോക്കി നോക്കിയാ. ഒച്ചത്ത് നോക്കി നോക്ക്, നിങ്ങളെ സൗണ്ട് കേൾക്കണ്ടേ. ونقلبهم ذات اليمين وذات الشمال وكلبهم باسط ذراعيه بالوصيد. മാഷാ അല്ലാഹ്, നിങ്ങൾ സ്വാദ് മാഷാ ക്ലിയർ. നോക്കിക്കേ. ونقلبهم ذات اليمين وذات الشمال وكلبهم باسط ذراعيه بالوصيد. മുതലാളിൻ്റെ കുറേ പൈസ നിറച്ച് പൈസ. വേറെ ബിസിനസ് ഒക്കെ തുടങ്ങിക്കണല്ലോ. ونقلبهم ذات اليمين وذات الشمال وكلبهم باسط ذراعيه بالوصيد. ഓക്കെ, ഇനി അടുത്ത നിയമം നിങ്ങൾ പറഞ്ഞു നോക്കിയോളൂ. ലവിത്തലാക്ക മുതൽ
ലവി അലൈഹിം അലൈഹിം ലേ എന്നാണ് വന്നത്. മീം സാക്കിന സുക്നാൻ മീം സാക്കിന ഇൽഹാർ ഷഫിയ്യ മീമിന് ശേഷം സാക്കിനായ മീമിന് ശേഷം ഇൽഹാറിന്റെ അക്ഷരമായ ലാം വന്നിരിക്കുന്നു. ഇൽഹാറിന്റെ 26 അക്ഷരങ്ങളിൽപ്പെട്ട ലാം വന്നിരിക്കുന്നു. മീമിനെ സാക്കിനായ മീമിനെ മണിക്കാതെ വ്യക്തമാക്കി വരും. ഓക്കെ മാഷാ അല്ലാ. ഹിംല കേട്ടില്ല. ഹിംല ഹിംല മണിക്കരുത്. ഹിംല ഹിംല ആ ഹിംല മണിക്കാതെ വ്യക്തമാക്കിയ ഹിംല നമ്മളൊക്കെ ചെയ്യുന്ന തന്നെയല്ലേ. ലവല്ലൈത മിൻഹു അതിന് മുമ്പ് വേറെ വിഷയമുണ്ട്. നിങ്ങൾ അതൊന്നും ആദ്യം ഒന്ന് ആദ്യത്തെ വാക്കൊന്ന് വായിച്ചേ. ലവി അല്ല കേട്ടോ. ലാമിന് ഫത്തഹ ഇട്ട് കഴിഞ്ഞാൽ ലേ അല്ല, എകാരം വരരുത്. ലവി ലവി അത് വല്ലാതാവുമ്പോ പ്രശ്നമാണ്. നമ്മളല്ല ഉച്ചരിക്കുന്നത്. അവിടെ ല എന്ന് പറയുമ്പോൾ കുഴപ്പമില്ല, അത് ലേ എന്നാവരുത്, ലവി എന്നാവരുത്. അത് പ്രശ്നം തന്നെയാണ്. നമുക്കങ്ങനെ നമ്മുടെ നാട്ടിൽ അങ്ങനെ പോകുന്നെന്ന് പറയാം. ഉദാഹരണത്തിന് ഇന്നഹു ലഖുർആനുൻ കരീം, കെ എന്നാണ് നമ്മൾ പറയാ. അതിൽ ഖ കരീം എന്നാണ്, കരീം. പക്ഷെ അത് നമ്മൾ കെ എന്ന് ഉച്ചരിക്കുന്നതാണ്. ചില കാര്യങ്ങളുണ്ട് നമ്മളങ്ങനെ കേട്ടാകുമ്പോൾ നമുക്കത് ഇപ്പൊ അടുത്ത് ഇല്ലേ, ഇതാണ് മിർഫക്ക എന്നുള്ളടത്ത് എല്ലാവരും മിർഫക്കാന്ന് ഓതുക. അങ്ങനെ തന്നെയാണ് എല്ലാവരും ഓതുന്നത്. സംഭവം മിർഫക്കയാണ്. അത് സാധാരണക്കാരെ അപരിചിതമായിട്ട് കേൾക്കുമ്പോഴുള്ള പ്രശ്നമാണ്. എനിക്കും പെട്ടെന്ന് ആദ്യം അത് ഞാൻ ശ്രദ്ധിച്ചില്ല, കാരണം നമ്മൾ അങ്ങനെ കേൾക്കുന്നുണ്ട്. നിങ്ങൾ പറയുമ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. ഓക്കെ, അടുത്ത നിയമം പറഞ്ഞോളി. മിൻഹും നൂൻ സാക്കിൻ. അല്ല, നേരത്തെ നിയമങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരുന്നോ? ഏത് ലവിത്തലഅത അലൈഹിം ല അലൈഹിം, അവിടെ സാക്കിനായ മീമ് വന്നിട്ടുണ്ട്. ശേഷം ഏത് അക്ഷരം വന്നിരിക്കുന്നത്? ലാമ് വന്നിട്ടുണ്ട്. ഏതിന്റെ അക്ഷരത്തിൽപ്പെട്ടതാണത്? ഇൽഹാർ ഷഫവിയിൽപ്പെട്ടതാണ്. അത് 26 അക്ഷരങ്ങളിൽപ്പെട്ട അക്ഷരമാണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? മണിക്കാതെ വ്യക്തമാക്കി ഓതി. എങ്ങനെ? ഹിംല. നിയമം പറയുമ്പോൾ നല്ലൊരു ശ്രദ്ധിച്ചോട്ടെ. ഏതെങ്കിലും മനസ്സിലാകുന്നില്ലെങ്കിൽ പറയണം, അല്ലെങ്കിൽ ഞാൻ രണ്ടു വട്ടം അവരും പറയണം, ഞാനും പറയേണ്ടി വരും. അടുത്തത് മിൻഹും എന്നുള്ളിടത്ത് നിയമം പറഞ്ഞത് കേട്ടോ. മിൻഹും എന്നുള്ളിടത്ത് സാക്കിനായ നൂന് വന്നിട്ടുണ്ട് അല്ലേ? സാക്കിനായ നൂന് ശേഷം ഏതക്ഷരം വന്നിരിക്കുന്നത്? മിൻഹും എന്നുള്ളതിൽ ഷബീർ സാഹിബെ, അതാണ് ഫസ്റ്റ് ഷബീർ സാഹിബ്. മിൻഹും കണ്ടോ? മിൻഹും കണ്ടോ? മിൻഹും സാക്കിനായ നൂന് ശേഷം ഏതക്ഷരം വന്നിരിക്കുന്നത്? ഹാ വന്നിരിക്കുന്നു. അത് ഏതിന്റെ അക്ഷരത്തിൽപ്പെട്ടതാണ്? ഇൽഹാറിന്റെ 6 അക്ഷരങ്ങളിൽപ്പെട്ടതാണ്. അപ്പൊ എങ്ങനെ നിയമം പറയാം? നിങ്ങൾ പറഞ്ഞു നോക്കിയാലോ ഉമർ സാഹിബ്. അതല്ല നിയമം പറഞ്ഞു. നൂൻ സാക്കിൻ അത് കാറ്റത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വന്നുകൊണ്ടേ. നൂൻ സാക്കിൻ ഇൽഹാർ. സാക്കിനായ നൂന് ശേഷം ഇൽഹാറിന്റെ എത്ര അക്ഷരങ്ങളിൽപ്പെട്ട? ഹൽക്കിന്റെ ഹുറൂഫ് ഹൽക്കിന്റെ സാക്കിനായ നൂനിനെ മണിക്കാതെ വ്യക്തമാക്കി ഉച്ചരിക്കണം. മണിക്കാതെ വ്യക്തമാക്കി ഉച്ചരിക്കണം. ഓക്കെ. മിൻഹു. ഇത് ഈ നിയമം ക്ലിയർ ആയോ? മിൻഹും എന്നുള്ളിടത്ത് സാക്കിനായ നൂന് ശേഷം ഹാ വന്നിരിക്കുന്നു. ഇൽഹാറിന്റെ 6 അക്ഷരങ്ങളിൽപ്പെട്ട അക്ഷരമാണ്. ഇൽഹാർ വന്നാൽ മണിക്കാതെ വ്യക്തമാക്കണം. എങ്ങനെ നിയമം പറയേണ്ടത്? നൂൻ സാക്കിൻ ഇൽഹാർ. സാക്കിനായ നൂന് ശേഷം ഇൽഹാറിന്റെ 6 അക്ഷരങ്ങളിൽപ്പെട്ട ഹാ വന്നിരിക്കുന്നു. സാക്കിനായ നൂനിനെ മണിക്കാതെ വ്യക്തമാക്കി ഓതണം. മിൻഹു. ഇനി അടുത്ത നിയമം. ശേഷം മണിക്കാതെ വ്യക്തമാക്കി ഉച്ചരിക്കണം. അത് മനസ്സിലായോ? എവിടെ നിയമം പറയുന്നത് മനസ്സിലായോ? മിൻ ഹും ഫി. ഹും ഫി എന്നുള്ളിടത്ത് ഇൽഹാർ ഷഫവിയാണ് അല്ലേ? ഓക്കെ. അപ്പൊ എന്ത് ചെയ്യണം? മണിക്കാതെ വ്യക്തമാക്കി ഓതണം. എങ്ങനെ? ഹും ഫി. ഇനി അടുത്ത നിയമം ഫി കഴിഞ്ഞിട്ടുള്ള നിയമം. ഏത് റായിനെ കുറിച്ചാണ് പറയുന്നത്? ആയത്ത് റായല്ലേ? നിങ്ങള് ഫിറാറൻ എന്നിടത്ത് ആയത്ത് റാ കണ്ടില്ലേ? ഫിറാ. ആയത്ത് റായിന് എന്താ വന്നിരിക്കുന്നത്? ഫതഹ വന്നിരിക്കുന്നത്.
റായിന് ഫതഹ് വന്നു കഴിഞ്ഞാൽ കനപ്പിക്കണം. ഓക്കെ, ഫിറ. അടുത്ത നിയമം ഏത് അക്ഷരത്തിനാണ് നിങ്ങൾ പറയണം? ഏത് അക്ഷരത്തിനാണ്? റാ മദ് അസ്ലി. റായിന് ശേഷമല്ല, ഹുറൂഫുൽ മദ്ദിന് ശേഷം. ഹുറൂഫുൽ നമ്മൾ മദ് അസ്ലി ആകാനുള്ള കാരണം എന്താ? അതാണ് പറയേണ്ടത്. അല്ലാതെ ഹുറൂഫുൽ മദ്ദിന് ശേഷം റാ വന്ന മദ് അസ്ലി എന്നില്ല. ഒരു അലിഫിന്റെ അളവ് നീട്ടണം. ഓക്കെ, മനസ്സിലായോ? റാ എന്നുള്ളിടത്ത് റാ മദ് അസ്ലി, ഹുറൂഫുൽ മദ്ദിന് ശേഷം ഹംസയോ സുക്കൂനോ ഷദ്ദോ വന്നിട്ടില്ല, ഒരു അലിഫിന്റെ അളവ് നീട്ടണം. റോ. അടുത്ത നിയമം, അടുത്ത റായിന് എന്താ ഹർക്കത്ത്? ഇരട്ട ഫതഹാണ്. നമുക്ക് ആദ്യം അവിടെ സ്റ്റോപ്പ് ചെയ്യാം. എന്ത്? റായിന്റെ നിയമം ആദ്യം പറയണം, എന്നിട്ട് പിന്നെ തൻവീന്റെ നിയമം പറഞ്ഞാൽ മതി. അപ്പൊ എങ്ങനെ? റായിന് ഇരട്ട ഫതഹ എന്നതിനാൽ റായിനെ കനപ്പിക്കണം. ഏതൊക്കെ ഹർക്കത്തോടെ വരുമ്പോൾ റായിനെ കനപ്പിക്കേണ്ടത്? റായിന് ഫതഹ്, ഇരട്ട ഫതഹ്, ലമ്മ്, ഇരട്ട ലമ്മ്. നമ്മുടെ നാട്ടിലെ ഖുർആനാണെങ്കിൽ നീട്ട് ഫതഹ് നീട്ട് ലമ്മ്. ആദ്യ നിയമത്തിന്റെ പേര് പറയണം. അല്ല, ഇഖ്ഫ ആണോ അവിടെ? ഇഖ്ഫ ആണോ? റാ തൻവീൻ ഇദ്ഗാമും. ഏതിന് ശേഷം എന്ന് പറയണം? അല്ല, ഇദ്ഗാമും ബിഗുന്ന എന്ന് തന്നെ പറയണം. കാരണം ആരെ മണിച്ചു കൂട്ടിച്ചേർത്ത് ഓതണം. വിഷയം മനസ്സിലായോ? ഒന്നുകൊണ്ട് ഞാൻ പറയാം. റാ തൻവീൻ ഇദ്ഗാമും ബിഗുന്ന. എവിടെയെന്ന് മനസ്സിലായോ? റൗവ എന്നുള്ളിടത്താണ് പറയുന്നത്. റാ തൻവീൻ ഇദ്ഗാമും ബിഗുന്ന. തൻവീനിന് ശേഷം ഇദ്ഗാമും ബിഗുന്നയുടെ 4 അക്ഷരങ്ങളിൽപ്പെട്ട വാവ് വന്നിരിക്കുന്നു. തൻവീനിനെ മണിച്ചു കൂട്ടിച്ചേർത്ത് ഓതണം. റൗവ. ഇങ്ങനെ റൗവ. നമ്മൾ നേരത്തെ പറഞ്ഞ കൂട്ടത്തിൽ ഇദ്ഗാമിന്റെ 4 അക്ഷരം എന്ന് പറഞ്ഞാൽ പോരാ. എന്തുകൊണ്ട്? ഇദ്ഗാമും ബിഗുന്നയുണ്ട്, ഇദ്ഗാമും ബിലാഗുന്നയുണ്ട്. അപ്പൊ കൺഫ്യൂഷൻ വരും. നമ്മൾ പറയുന്ന വാചകങ്ങളിൽ രണ്ടാമതൊരു ചോദ്യത്തിന് ചാൻസ് ഉണ്ടാക്കരുത്. അതിന് ഇടക്കിടക്ക് ഞാൻ എന്ത് ചോദിക്കുന്നത്? ആരെ, എന്തിനെന്നൊക്കെ ചോദിക്കുന്നത്. ഈ കൂട്ടിച്ചേർക്കുന്ന എപ്പോഴും കൺഫ്യൂഷൻ. കൂട്ടിച്ചേർക്കണം ആദ്യം മുറിക്കണ്ടേ സംഭവം? അത് നമ്മളെന്തിനാ, അത് ഞാൻ വിശദീകരിക്കാം. കൂട്ടിച്ചേർക്ക് ഈ സംഭവം എന്താ വെച്ചാല്, ഇതിപ്പോ തൻവീനുള്ളിൽ സാക്കിനായ നൂനുണ്ട്, അതിനെയാണ് കൂട്ടിച്ചേർക്കുന്നത്. അതന്നെ. അത് നമ്മളിവിടെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇദ്ഗാം സംഭവിക്കുമ്പം ഇദ്ഗാമിൽ എന്താ സംഭവിക്കുന്നത്? ആയത്ത് സുക്കൂണുള്ള അക്ഷരത്തെ ഹർക്കത്തുള്ള അക്ഷരത്തേക്ക് ചേർക്കുകയാണ്. അങ്ങനെ ചേർക്കുമ്പം അങ്ങനെ ഇദ്ഗാം സംഭവിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ അക്ഷരത്തിന്റെ പ്രസക്തിയില്ല. നമ്മൾ പല പ്രാവശ്യം പറയുന്നതാണ്. ഇപ്പൊ ഞാൻ ഉദാഹരണത്തിലൂടെ പറഞ്ഞു തരാം. ഇവിടെ സാക്കിനായ നൂന് ശേഷം വാവ് വന്നു. എന്തായത്? മ്യൂ വാൽ എന്നാണ്. ഇദ്ഗാം സംഭവിക്കുന്ന ആരെ ഇദ്ഗാം ചെയ്യുന്നത്? നമ്മൾ ഈ സാക്കിനായ നൂനിനെയാണ് ഇദ്ഗാം ചെയ്യുന്നത്. എങ്ങോട്ട് ഇദ്ഗാം ചെയ്യുന്നു? വാവിലേക്ക് ഇദ്ഗാം ചെയ്യുന്നു. ഇങ്ങനെ ഒരു ഇദ്ഗാം നടന്നു കഴിഞ്ഞാൽ പിന്നെ ഈ നൂനിന് പ്രസക്തിയില്ല. ഇതില്ലാത്തത് പോലെയാണ്. ഇതില്ലാതൊന്ന് സങ്കല്പിച്ചു വായിച്ചു നോക്കിയേ. മണിക്കാതെ ഇതില്ലാതെ സങ്കല്പിക്കുക. വേറൊരു കാര്യം ശ്രദ്ധിക്കണം. ഇദ്ഗാം സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു അക്ഷരത്തെ മറ്റൊരു അക്ഷരത്തെ കൂടി ചേർക്കുമ്പം ഒരു കട്ടി കൂടൂലേ? രണ്ടാമത്തെ അക്ഷരം ഏത് അക്ഷരത്തിലേക്കാണോ ചേർത്തത് അതിനെന്ത് കൂടും? കട്ടി കൂടും, ഷദ് ഉണ്ടാവും. ഇവിടെ ഷദ് ഇട്ട് കൊടുക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. ഇതെപ്പോഴും ഇദ്ഗാമിന്റെ മെയിൻ കായികയിൽപ്പെട്ടതാണ്. അതന്നെ, അതാണ് കൂട്ടിച്ചേർക്കുമ്പോൾ ഷദ് കട്ടി കൂടാന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒന്നിനൊന്നിന് ചേർക്കുമ്പോഴാണോ ഷദ്ദിൽ അക്ഷരം 2 അക്ഷരങ്ങളുടെ സ്ഥാനത്താന്ന് നേരത്തെ പറയുന്നുണ്ട്. ഇവിടെ നൂനിനെ നമ്മൾ വാവിലേക്ക് ചേർക്കുമ്പോൾ ഈ നൂനിന് പ്രസക്തിയില്ല. ഈ വാവിന് എന്ത് കൂടുകയും ചെയ്തു? കട്ടി കൂടുകയും ചെയ്തു. ഇനി കട്ടി കൂട്ടിയിട്ടൊന്ന് ഓതി നോക്കിയേ. ഈ നൂനില്ലാതെ മണിക്കാതെ ഓതുക, മ്യുവാൽ എന്നാകും. പക്ഷേ ഇത് മ്യുവാൽ എന്ന് പറയുമ്പം ഇത് മണിക്കാതെ കൂട്ടിച്ചേർക്കലാണ് നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. ഈ ഇദ്ഗാം ബിഗുന്നയുടെ നിയമമായതുകൊണ്ട് കൂട്ടത്തിൽ മണിക്കും കൂടെ ചെയ്യുക. അപ്പം എങ്ങനെ? മ്യുവാൽ. ഇവിടെ നമുക്ക് ഉണ്ടാകുന്ന സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ നൂനിനെ ഉച്ചരിക്കുന്നുണ്ടോ സംശയം വരും. എന്തുകൊണ്ട് വരും? ഈ മണിക്കുന്ന സൗണ്ട് തരിമൂക്കിൽ നിന്നാണ് വരിക.
അത് നൂനിന്റെ ചെറിയൊരു സൗണ്ട് ഉണ്ട് അല്ലേ? യഥാർത്ഥത്തിൽ ഈ നൂനിനെ അല്ല നമ്മൾ ഉച്ചരിക്കുന്നത്, നമ്മൾ മണിക്കുകയാണ് ചെയ്യുന്നത്. അത് മൂക്കുന്നായതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ നൂന് പോലെ ഉച്ചരിക്കുന്നു തോന്നിപ്പോവും. യഥാർത്ഥത്തിൽ മ്യൂ വാലിൽ നിന്ന് മണിച്ച് പറയാൻ ചെയ്യുന്നത് നൂനെ സൈലന്റ് ആക്കുക ചെയ്യുന്നത്. ഇത് പെട്ടെന്ന് വ്യക്തമാകുന്ന എവിടെ നിന്നറിയോ? ഇത് ആ ബിലാഗുവിനെ എടുത്ത് നമുക്ക് പെട്ടെന്ന് അത് മനസ്സിലാകും. ഈ ഗുണ ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെയാണ് അടുത്ത അക്ഷരത്തെ കട്ടി കൂട്ടുകയാണ്. അത് എന്തുകൊണ്ട് ആവുന്നു? ഒരു അക്ഷരത്തെ നമ്മൾ മറ്റേ അക്ഷരത്തോട് ചേർക്കുകയാണല്ലോ. അപ്പൊ രണ്ട് അക്ഷരങ്ങളെ സ്ഥാനത്തായി അത്. ഇത് നോക്കിയേ, ഇതെങ്ങനെ വായിക്കുക? ഒറിജിനൽ വാക്യം നമ്മൾ വെറുതെ വായിക്കുകയാണെങ്കിൽ മിൻ ലദുൻഹു എന്നാണ്. സാക്കിനായ നൂന് ശേഷം ലാമു വന്നു. ഈ നൂനിന് എന്ത് ചെയ്യുക? ഇവിടെ ഏതാ നിയമം? ഇദ്ഗാമും ബിലാഗും തന്നെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ സാക്കിനായ നൂനിനെ ലാമിലേക്ക് എന്ത് ചെയ്യുന്നു? ഇദ്ഗാം ചെയ്യുന്നു. ഇപ്പം ഈ നൂനില്ല, നമ്മളെങ്ങനെ ഇത് വായിക്കുന്നത്? മില്ല എന്നല്ലേ വായിക്കുന്നത്. നൂനിന്റെ എന്തെങ്കിലും സൗണ്ട് കേൾക്കുന്നുണ്ടോ? ഇല്ല. ഇതാണ് ഇദ്ഗാമിൽ എല്ലായിടത്തും സംഭവിക്കുന്നത്. പക്ഷേ രണ്ട് സുക്കൂനുള്ള അക്ഷരത്തെ ഹർക്കത്തുള്ള അക്ഷരത്തിലേക്ക് ചേർക്കുന്നു. അങ്ങനെ ചേർത്ത് ഇദ്ഗാം സംഭവിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ അക്ഷരത്തിന് പിന്നെ പ്രസക്തി ഇല്ല, രണ്ടാമത്തെ അക്ഷരത്തിന് കട്ടി. അതിന്റെ പ്രസക്തി അത് നമുക്ക് ഇത് എടുത്തിപ്പോ നൂനിന് വെട്ടിക്കളയാനുള്ള നിവർത്തിയില്ലല്ലോ. അത് വിഷയം എന്താ? അത് നമ്മൾ മനസ്സിൽ കണ്ടാൽ മതി. ഈ നൂന് നമ്മൾ ഇല്ലാതെ ഖുർആനിൽ വെട്ടിക്കളയാനുള്ള നിവർത്തിയില്ല, അപ്പൊ അതിന് പ്രസക്തി ഇല്ല എന്ന് പറയാം. ഇതിപ്പോ സാക്കിന നൂന്റെ തൻവീന്റെ നിയമത്തിൽ മാത്രമല്ലേ, ഇനി വേറെ ഇദ്ഗാമുകൾ വരും. ഞാനൊരു ഉദാഹരണം കൂടെ എഴുതി തരാം. ഇതെങ്ങനെ വായിക്കുക? നഖ്ലുഖുക്കും എന്നാണ് ഇവിടെ ഉള്ളത്. പക്ഷെ ഇത് ഖുർആനിൽ ഇങ്ങനെ വരുന്നുണ്ട്. ഇവിടെ എങ്ങനെ ഓതുക? നഖ്ലുഖുക്കും എന്നാണ് ഓതുക. എന്തുകൊണ്ട്? ഈ ഖാഫിനെ കാഫിലേക്ക് ഇദ്ഗാം ചെയ്യുന്നുണ്ട്. അത് നമ്മൾ പഠിച്ച ഇദ്ഗാം അല്ല, സാക്കിനായ നൂനിന്റെ തൻവീന് ശേഷം വരുന്ന ഇദ്ഗാം അല്ല. ഇത് ഈ ഇദ്ഗാമിന് കാരണം ഇതാണ്, അടുത്തടുത്ത മഖ്റജുകളിൽപ്പെട്ട, ഇത് മുമ്പേ ഒന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരേപോലത്തെ രണ്ട് അക്ഷരങ്ങൾ വരികയും ആദ്യത്തെ അക്ഷരത്തിന് സുക്കൂൻ രണ്ടാമത്തെ അക്ഷരത്തിന് ഹർക്കത്ത് വന്ന ഇദ്ഗാം ചെയ്യുമെന്ന് പറഞ്ഞു. ഇതേപോലെ തന്നെയാണ് അടുത്തടുത്ത മഖ്റജുള്ള രണ്ട് അക്ഷരങ്ങൾ ഒരുമിച്ച് വരികയും ആദ്യത്തെ അക്ഷരത്തിന് സുക്കൂനും രണ്ടാമത്തെ അക്ഷരത്തിന് ഹർക്കത്തും വന്നാൽ, ഇവിടെ നോക്കിയേ, ഖാഫും കാഫും അടുത്തടുത്ത മഖ്റജുള്ള അക്ഷരങ്ങളാണ്. ഖാഫും കാഫും അടുത്തടുത്ത മഖ്റജുകളാണ്. ആദ്യത്തെ അക്ഷരത്തിന് സുക്കൂനും രണ്ടാമത്തെ അക്ഷരത്തിന് ലമ്മും വന്നു അല്ലേ? ഇവിടെ നമ്മൾ എന്താ ചെയ്യുക? ഈ ഖാഫിനെ കാഫിലേക്ക് ഇദ്ഗാം ചെയ്യുമ്പോൾ ഈ ഖാഫിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു. ഇനി നമ്മൾ എങ്ങനെ ഓതുക? നഖ്ലുക്കും, കാഫിന് കട്ടി കൂട്ടും ചെയ്യും. ഇത് നമ്മൾ കട്ടി കൂട്ടാതെ ഓതുകയാണ്. എങ്ങനെ ഓതുക? നഖ്ലുക്കും, വെറും കൂന്നല്ല ഓതുക. പക്ഷെ ഈ ഖാഫിനെ നമ്മൾ ഇദ്ഗാം ചെയ്തതിനു ശേഷം ഓതും. എങ്ങനെ ഓതും? നഖ്ലുക്കും, കാഫായിട്ട് തന്നെ ഉച്ചരിക്കുക. ഖാഫിന് പ്രസക്തിയേ ഇല്ല. അതേപോലെ തന്നെ വേറെയും സ്ഥലങ്ങൾ വരുന്നുണ്ട്. ഇത് കണ്ടോ? അത് നമ്മള് വേറെ വേറെ വാക്ക് ഉപയോഗിക്കുന്നതേ ഉള്ളൂ. ഇപ്പൊ നമ്മള് പറയും ഇതാണ് കട്ടി കൂട്ടാന്ന് പറയും. അപ്പൊ അതിന് വേറെ നിങ്ങൾ ജോയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ സംഭവം സംഭവിക്കുന്നത് തന്നെയാണ്. ഇതാണ് മൾട്ടിപ്ലൈ ചെയ്യുക, ഗുണിക്കുക എന്ന് പറഞ്ഞു. ഇത് നോക്കിയേ, ഇവിടെ നോക്കിയാൽ ബസത്തു, ഇവിടെ നോക്കിയ ത്വായും തായും വന്നിട്ടുണ്ട്. ഇത് രണ്ടും ഇതേപോലെ തന്നെ താ ദാൽ ത്വ, ഈ മൂന്ന് അക്ഷരങ്ങളും ഒരേ മഖ്റജിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങളാണ്. താ ദാൽ ത്വ. അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യത്തെ സുക്കൂനുള്ള അക്ഷരത്തെ രണ്ടാമത്തെ അക്ഷരത്തിലേക്ക് ഇദ്ഗാം ചെയ്യുന്നു. ഇദ്ഗാം ചെയ്യുമ്പോൾ പിന്നെ നമ്മൾ ത്വായിനെ ഉച്ചരിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. മറിച്ച് ഇതിന് ശ്രദ്ധ കൊടുത്ത് എങ്ങനെ ഓതുക? ബസത്തു, സാദാത്തായിട്ട് ബസത്തു. ഇങ്ങനെ പല ഈ ഇദ്ഗാം നമ്മൾ പഠിപ്പിച്ചിട്ടില്ല. അത് പഠിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം മഖ്റജുകൾ പഠിക്കണം, എന്നാലേ മനസ്സിലാവുള്ളൂ. സമയത്രായി? 7 മിനിറ്റ്. ഓക്കെ. അപ്പൊ എവിടുന്ന് നമ്മൾ ഇവിടുത്തെ പോയത്? ഫിറാറൗവ അല്ലേ? റാ തൻവീൻ ഇദ്ഗാം ബിഗുന്ന, തൻവീന് ശേഷം ഇദ്ഗാം ബിഗുന്നയുടെ 4 അക്ഷരങ്ങളിൽപ്പെട്ട വാവ് വന്നിരിക്കുന്നു. തൻവീനിനെ മണിച്ച് കൂട്ടിച്ചേർത്ത് ഓതണം. എങ്ങനെ? റൗവ. അതിപ്പോഴും നമ്മൾ വിശദീകരിച്ചില്ല. റൗവ എന്നിടത്ത് ഇദ്ഗാം ബിഗുന്നയിൽ ആരെ ചേർക്കുന്നത്? നമ്മൾ എപ്പോഴും പറയലുണ്ട്, എല്ലാ തൻവീനുകളുടെ ഉള്ളിലും ഒരു സാക്കിനായ നൂൻ ഉണ്ട് എന്ന് പറയലില്ലേ? യഥാർത്ഥത്തിൽ റൻ വ എന്നായിരുന്നു. റൻ വ. ആ റൻ എന്ന് പറയുമ്പോൾ ഉള്ളിൽ ഒരു നൂനില്ലേ? ആ നൂനിനെയാണ് നമ്മൾ ഇവിടെ ഇദ്ഗാം ചെയ്യുന്നത്.
ഇത് മനസ്സിലായോ? ഇവിടെയുള്ള ഇദ്ഗാം മനസ്സിലായില്ലേ? ഇതിന്റെ ഉള്ളിൽ നൂനുണ്ട്. ആ നൂനിനെയാണ് ഇപ്പൊ നമ്മൾ നേരത്തെ എഴുതിയത് പോലെ തന്നെ ഇദ്ഗാം ചെയ്യുന്നുണ്ട്. അടുത്ത നെയിമിലേക്ക് പോവാം. വല മുലി മുലിത്തയാണ്. മുലിയൊത്ത അല്ല, മുലിത്ത. അവിടെ എന്താ മിൻഹുമുള്ള നിയമം എന്താ? ഇൽഹാറിന്റെ എത്ര അക്ഷരങ്ങൾ? സാക്കിനായ നൂന് മണിക്കാതെ വ്യക്തമാക്കണം. ഇൽഹാർ വരുമ്പോൾ എപ്പോഴും നമ്മൾ രണ്ട് വാക്ക് പറയണം. ഇൽഹാർ എന്ന വാക്കിന്റെ അർത്ഥം വ്യക്തമാക്കാന്നേ ഉള്ളൂ. പക്ഷെ നമ്മൾ നിയമം പറയുമ്പോൾ എന്ത് പറയണം? മണിക്കാതെ വ്യക്തമാക്കണം എന്ന് പറയണം. ഓക്കെ. അപ്പം മിൻഹു വിഷയം മനസ്സിലായോ? മിൻഹു എന്നുള്ള നിയമം മനസ്സിലായില്ലേ? ക്ലിയർ അല്ലേ? മിൻഹു. ഓക്കെ. അടുത്ത നിയമം മിൻഹും റുഅബ. അവിടെ എന്താ നിയമം? ഇൽഹാർ ഷഫവിയുടെ എത്ര അക്ഷരങ്ങളിൽപ്പെട്ട? വ്യക്തമാക്കി ഓതണം. മനസ്സിലായോ? സാക്കിന മീമിന് ശേഷം റാവുന്നതുകൊണ്ട്. ഇനി അടുത്ത നിയമം ഹും റായല്ലോ. ഹും റായ എന്താ ഹർക്കത്ത്? ഹു കനപ്പിക്കണം. ഓക്കെ, മാഷാ അല്ലാഹ്. അടുത്തത് റുഅബൻ എന്നുള്ളതാണ്. ഇനി അവിടെ നമ്മൾ വഖഫിന് നിയമം പറയണം. റുഅബൻ എന്നുള്ളിടത്ത് എന്താ വന്നിരിക്കുന്നത്? ബായിന് ഏട്ട ഫത്തഹാണ്. എങ്ങനെ നിയമം പറയാ? നിർത്താൻ ഉദ്ദേശിക്കുന്ന വാക്കിന്റെ അവസാനത്തെ അക്ഷരത്തിന് ഇരട്ട ഫത്തഹായതിനാൽ ഒരലിഫിന്റെ അളവ് നീട്ടി നിർത്തണം. യഥാർത്ഥത്തിൽ പറയേണ്ടത് ഫതഹ കൊടുത്ത് നീട്ടി നിർത്തണം എന്ന് പറയണ്ട. അതിന്റെ ആവശ്യമില്ല. നീട്ടി നിർത്താന്ന് പറഞ്ഞാൽ തന്നെ മതി ഒരലിഫിന്റെ അളവ്. അപ്പൊ എങ്ങനെയാ? ഒന്നുകൂടെ. റുഅബ. എങ്ങനെ പറയണം? റുഅബ. നിങ്ങളിത് രണ്ട് വിഷയം. ഒന്ന് ഹംസ ഐനായിട്ടും ഐന് ഹംസ ആയിട്ടും പിന്നെ അതുപോലെ തന്നെ കൽക്കല വരുന്നുണ്ട്. ഓക്കെ. അപ്പൊ നമുക്ക് ഇനി എവിടുന്ന് അവധാനമുള്ളത്? ലവി ത്വലഅത. ലവി യഥാർത്ഥത്തിൽ നോക്കിയേ. ലവി എന്ന് തന്നെ പറയണം കേട്ടോ. ലവി എന്ന് പറയരുത്. വി ഇല്ല, നമുക്ക് വിയേ ഉള്ളൂ. വി. വാവിന് ഏത് ഹർക്കത്ത് വന്നാലും എന്ത് ചെയ്യണം? ചുണ്ട് വട്ടത്തിലാക്കണം. ലവി. അപ്പൊ ലവി ത്വലഅത. അങ്ങനെ ലവി ത്വലഅത അലൈഹിം ലവല്ലൈത. ഒന്നും കൂടെ. ലവി ത്വലഅത അലൈഹിം ലവല്ലൈത മിൻഹും. ഒന്ന് ഉറക്കോതി നോക്കി എല്ലാവരും. ഇപ്പൊ നിങ്ങൾ ഓതിയില്ലേ? ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഞാൻ ഓതുമ്പോൾ എന്തെങ്കിലും വ്യത്യാസം ഉണ്ട്, എവിടൊക്കെ വ്യത്യാസം വരുത്തണം എന്ന് നോക്കുക. ലവി ത്വലഅത അലൈഹിം ലവല്ലൈത മിൻഹും ഫിറാറൻ വലമുലിത മിൻഹും റുഅബ. വ്യത്യാസം മനസ്സിലായോ? ചില അൽക്കലകൾ വരുന്നുണ്ട് ഓതുമ്പോൾ ചില ആൾക്കാർക്ക്. ഓക്കെ, ഒന്നുകൂടെ ഓതാം. ലവി ത്വലഅത അലൈഹിം ലവല്ലൈത മിൻഹും ഫിറാറൻ വലമുലിത മിൻഹും റുഅബ. ആരാ ഓതുക ഫസ്റ്റ്? ആരാ ഓതുന്നു? ഞാനൊന്ന് കേട്ടു. നിങ്ങളാണോ? രണ്ട് പ്രശ്നങ്ങളാണ് പ്രധാനമായിട്ട് കണ്ടത്. ഒന്ന് മിൻഹും ഫിറാറൻ. നമ്മൾ മുമ്പ് പറയുന്നുണ്ട് സാക്കിനായ മീമിന് ശേഷം രണ്ട് അക്ഷരങ്ങൾ വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വാവും ഫായും ചുണ്ട് അടയാതെ പോകുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. മിൻഹും ഫിറാറൻ എന്നാണ്. മിൻഹും. നിങ്ങൾ പറഞ്ഞപ്പം മിൻഹു അത് ചുണ്ട് പൂർണ്ണമായിട്ട് അടഞ്ഞില്ല. മിൻഹും ഫി ആണ്. അതുപോലെ തന്നെ വേറൊരു പ്രശ്നം, വല മുലിഅത അല്ല, ഐനല്ല, ഹംസയാണ്. മുലിത്തയാണ്. മുലിത്ത. വല മുലിത്ത. മുലിഅത അല്ല, മുലിത്ത. ഇനി ഒന്ന് ഓതി നോക്കിയേ, രണ്ട് കാര്യം ശ്രദ്ധിച്ചിട്ട്.
ഇനി ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. ഏതാ പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? ലവല്ലൈത്തെ അല്ല, നോക്കിയോളൂ. ലവാ അല്ല, ലവാ അല്ല, ലവാ ലവാ. ആ വാ എന്ന് പറയരുത് നമ്മൾ, വാ. ലവല്ലൈത്തയാണ്, ലവല്ലൈത്തെ അല്ല. ഓക്കെ, അടുത്ത ആൾ നോക്കിയോ. ആരാ അടുത്താകുന്ന? സാജി സാഹിബ്. അടുത്തത് ആദ്യത്തെ വാക്ക് നോക്കി. ഒന്നുകൂടെ കറക്റ്റ്, ഇപ്പോഴാണ് കറക്റ്റ് ആയത്. ഓക്കെ, അടുത്ത നോക്കി. വലമുലിത്ത. ഒന്നും കൂടെ. ഐനിന് സുക്കൂനാണ്. ലവിത്വലഅത. രണ്ട് കാര്യങ്ങൾ. ഫിറ എന്ന് പറയുന്നത് റായിനെ പരത്തി പറയുന്നത് ഫിറ അല്ല, ഫിറോ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ മുലിത്ത. ഒന്നുകൂടെ ഉപയോഗിക്കും, ഒന്നുകൂടെ ഉപയോഗിക്കും. അവിടെ മണിക്കണം. ഫിറോ ഇപ്പൊ പോയി, ആദ്യം കറക്റ്റ് ആയി. മുലിത്ത ശരിയായപ്പോ ഫിറാറെന്നായി. ഇപ്പൊ ഫിറോ. ഇങ്ങനെ ഫിറോ എന്നും പറയണ്ട, ഫിറ എന്നും പറയരുത്, രണ്ടിന്റെയും മധ്യത്തെ ആയിരിക്കണം. ഫിറ എന്ന് പറഞ്ഞാൽ നമ്മൾ റോയിനെ പരത്തി പറഞ്ഞ പോലെ ആയി. ഫിറോ എന്ന് പറയുമ്പോൾ അങ്ങനെ ചുണ്ടുപാട്ട് അത്രയും ആവരുത്, മീഡിയത്തിൽ നിൽക്കണം. ഫിറോ ഫിറോ. ഓക്കെ, അടുത്തൊരാള് നിങ്ങൾ ഓതിയില്ലേ? ഓക്കെ, മാഷാ അല്ലാഹ്. ഓതിയല്ലോ, പുതിയ ഓതിയല്ലോ. ഒന്നുകൂടെ ഒന്ന് കേട്ടില്ല. ലാസ്റ്റ് വാക്ക് ആദ്യം കൽക്കല ചെയ്തോ. റുഅബ, റുഅബ എന്നായി പോയത്. റുഅബ. മാഷാ അല്ലാഹ്. عليهم لوليت منهم فرارا ولملئت منهم رعبا. രണ്ട് സ്ഥലത്ത് പ്രശ്നം കാണിച്ചിട്ടോ നമ്മള്. ത്വലഅത, ലവിത്വലഅത. ലവിത്വലഅത അല്ല, ലവിത്വലഅത. ഐനിന് ഫതഹ നിങ്ങൾ പറയുന്നത്. ലബി ഐനിന് സുക്കൂനാണുള്ളത്. ലഅത എന്ന് പറഞ്ഞാൽ മാത്രം, ലഅത എന്ന് മാത്രം പറഞ്ഞു. ലഅത. അതന്നെ ഇവിടെ കിട്ടണം ഓതുമ്പം. ഒന്നുകൂടെ. കറക്റ്റ്. ഇനി ഇതുപോലെ തന്നെ വലമുലിത്ത എന്ന് പറഞ്ഞു. ഒന്നുകൂടെ, ഒന്നുകൂടെ. വലമുലിത്ത എന്ന് പറയുന്നത് വലമുലിത്ത, മുലിത്ത. അങ്ങനെ എന്താ വേറെന്തോ ചോദിച്ചാണ് നിങ്ങൾ എന്നുള്ളതല്ലേ? അതെ അതെ, മുലിത്ത ഹംസയുടെ മേളിലാണ്. ഇവിടെയാണ് ഹംസയാണ്, അയിനല്ല. അയിന് ഒറ്റക്കിടുകയാണെങ്കിൽ ഇങ്ങനെ ഇടൂല. അയിന് ഒറ്റക്കിടുകയാണെങ്കിൽ എങ്ങനെ ഇടുക? പൂർണ്ണമായിട്ട് ഇങ്ങനെ ഇടും. ഷബീർ സാഹിബേ, അയിന് ഒറ്റക്കിടുകയാണെങ്കിൽ എങ്ങനെ ഇടുക? ഇങ്ങനെ ഇടുക, അല്ലാതെ പകുതിയായിട്ട് നിർത്തൂല. ഹംസ എപ്പോഴും പകുതിയായിട്ട് ഇടുള്ളൂ.
ചിലപ്പോൾ ഹംസ ഒറ്റക്ക് വരും, ചിലപ്പോൾ അലിഫിന്റെ മുകളിലോ താഴെയായിട്ട് വരും, വാവിന്റെ മുകളിലായിട്ട് വരും, യായിന്റെ മുകളിലായിട്ട് വരും. ഓക്കെ, നമ്മൾ നിർത്തിയാലോ? സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.